കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത് അഖിൽ മാരാറിൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഈ ഒരു വീഡിയോ റിലീസായ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അറഞ്ചം പുറഞ്ഞ ആളുകൾ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ 2 മാസമായി അദ്ദേഹത്തിൻ്റെ ഒരു ശുക്രദശയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. കാരണം ഒരു NDA സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആ ഒരു കാലം മുതൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ വിയോജിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടത്തു നിന്നൊക്കെ അദ്ദേഹം ഭൂമിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രഗ്നൻസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ടോക്ക്, ഒരു 30 സെക്കൻഡ് വരുന്ന ഇൻ്റർവ്യൂ ടോക്ക് പുറത്തേക്ക് വരുന്നത്. അത് ഇൻ്റർനെറ്റിൽ വൈഡ്ലി സർക്കുലേറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ആദ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ ഡെലിവറി എന്ന് പറയുന്നതും പ്രഗ്നൻസി എന്ന് പറയുന്നതും സാധാരണ ഒരു പൂച്ച പ്രസവിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കോഴി മുട്ടയിട്ട് വിരിയുന്നത് പോലെയോ വളരെ നിസ്സാരമായൊരു കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾക്കിടയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു അനുഭവം, പണ്ട് ഒരുപാട് കാലം മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടൊരു സിനിമയാണ് വെറുതെ ഒരു ഭാര്യ എന്ന ആ ഒരു സിനിമയിൽ നായകനായ ജയറാം നായികയായ ഗോപികയോട് പറയുന്നൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതേപോലെ മിക്സിയും വാഷിംഗ് മെഷീനും വെച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിച്ചത്. ദേ എന്തായിരുന്നു അവരുടെയൊക്കെ ആരോഗ്യം. എന്റെ ഒരു അമ്മായി, അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്, പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ അവിടെ എനിവേ അത്രയും കാലം മുമ്പ് ഇറങ്ങി ആ സിനിമ അവതരിപ്പിക്കുന്ന പെർസ്പെക്റ്റീവിൽ നിന്നൊക്കെ മലയാളികൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അന്നത്തെ അതേ സ്റ്റാൻഡിലാണ് അദ്ദേഹം ഇന്ന് നിൽക്കുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്. മറ്റൊന്ന്, പിന്നെ നമുക്ക് സ്വാഭാവികമായും മനുഷ്യരാണ്. നമ്മൾക്ക് സംസാരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിന് വിരുദ്ധമായ അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന് വിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അതിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് അത് ആ വിഷയം ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി ഒരു വിക്ടിം കാർഡൊക്കെ ഇറക്കുന്നത് വളരെയധികം മോശമാണ് എന്നാണ് അഖിൽ മാരാറിനോട് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ നമുക്കൊരു വീഡിയോയിലേക്ക് വരാം. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ 10-12 കുട്ടികളൊക്കെ പ്രസവിച്ചിരുന്ന ഒരു ഫാമിലിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക. ആ കാലത്തെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കാരണം അവർക്ക് ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷവും എടുക്കേണ്ട മിനിമം ചെക്കപ്പും അവർക്ക് കൊടുക്കേണ്ട കെയറും ഒന്നും പലപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന അവർ ഒരുപക്ഷെ അതൊരു വലിയ ഈ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് അവർ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. എന്നതിൻ്റെ അർത്ഥം അത് വളരെയധികം സിമ്പിളായിട്ടുള്ള, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ച് പോകരുത്. നമ്മൾ കാലങ്ങൾ കഴിഞ്ഞു, നമുക്ക് സാമ്പത്തിക ഭദ്രത വന്ന കാരണത്താൽ തന്നെ നമ്മൾ ഇന്ന് ഈ ഡെലിവറിയും പോസ്റ്റ് ഡെലിവറിയും പ്രഗ്നൻസി പീരീഡൊക്കെ വളരെ കെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ കാണുന്നത്. കാരണം ആ ഒരു പ്രത്യേക സാഹചര്യം ഒരു സ്ത്രീ ഒരു ഉമ്മയായി മാറുന്ന ഒരു അതുല്യമായ ഒരു സമയമാണത്. അപ്പോൾ അതിൽ അവർക്ക് കൊടുക്കേണ്ട മാനസികമായ ബുദ്ധിമുട്ടും BP അതുപോലെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഫാർമ കമ്പനികളുടെയും ഹോസ്പിറ്റലുകളുടെയും കളിയാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് വളരെയധികം ബാലിശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഫാർമ എന്ന് പറയുന്ന ഒരു സിനിമയെ കൂടി അദ്ദേഹം റെഫർ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിവേ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ കുറിച്ച് സാധാരണ ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യനെ വളരെ ദുർബലനായിട്ടാണ് പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാധാരണ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു പൂച്ച പ്രസവിച്ച് 2, 3, 4, 5 വിത്തിൻ 1 വീക്കിനുള്ളിൽ ആ കുട്ടി ഉമ്മയോടൊപ്പം നടക്കാനും ഇരിക്കാനും ഫീഡ് ചെയ്യാനൊക്കെ ആരംഭിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കോഴിക്കുട്ടി വിരിഞ്ഞ ഉടനെ തന്നെ അത് നടക്കാനും അതുപോലെ തുള്ളിച്ചാടാൻ തുടങ്ങും. അതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യമാണ്.
എന്നാൽ മനുഷ്യർ അങ്ങനെയാണോ? ഒരു പെൺകുട്ടി പ്രഗ്നൻസിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 9 മാസം പിടിക്കും. അതിനുശേഷം ഡെലിവറി ആയി കഴിഞ്ഞ് ആ കുട്ടിയെ 4 വയസ്സ് വരെയെങ്കിലും മിനിമം ഫീഡ് ചെയ്ത്, മുതൽ 2 വയസ്സ് വരെ ഫീഡ് ചെയ്ത്, പിന്നെ അതിനുശേഷം ആ കുട്ടിയെ ഒഴിവാക്കിയിടാൻ പറ്റുമോ? ഇല്ല. 10 വയസ്സും 10ഉം 18ഉം വയസ്സ് വരെ ഉമ്മയുടെ തണലിൽ നിന്നുകൊണ്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. അപ്പോൾ അത്രയും ദുർബലനായിട്ടാണ് മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ചൊരു ഹദീസിൽ പറയുന്നുണ്ട്. അൽ മർഅത്തു തമൂതു ബിജുംഇൻ ഷഹീദുൻ എന്നാണ്. അതായത് ഒരു സ്ത്രീ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആയി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ അത് മനുഷ്യൻ്റെ ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാൻ അനിവാര്യവുമായ കാരണങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് അത് ഇന്നും ഇതിങ്ങനെ റൺ ചെയ്ത് പോകുന്നത്. ഒരുപക്ഷെ ആണുങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ പ്രയാസങ്ങളൊന്നും നേരിട്ട് അറിഞ്ഞ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കിടയിലൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി അവരുടെ ജീവിതകാലത്ത് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ അനുഭവിക്കുന്ന വേദന ആണുങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പെയിൻ സ്റ്റിമുലേറ്ററൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഡെലിവറിയുടെ വേദന എത്രത്തോളം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി വല്ല സ്റ്റിമുലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ആ വേദന എങ്ങാനും ആണുങ്ങൾക്ക് അനുഭവിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ജീവിതകാലത്ത് പ്രഗ്നൻസിയെക്കുറിച്ചൊന്നും സംസാരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, ഈ ഒരു പ്രഗ്നൻസി നമ്മുടെ നാട്ടിൽ ഈ ഡെലിവറി, നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്, പ്രത്യേകിച്ച് ഈ ഡെലിവറിയും പ്രഗ്നൻസിയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ. കാരണം ഇപ്പോൾ 3 ഇൻഡിക്കേറ്റേഴ്സാണ് സാധാരണ ഈ ക്വാളിറ്റി ലൈഫിൽ, ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി ലൈഫിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്, 2 മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്, മറ്റൊന്ന് നിയോനതൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഈ 3 റേറ്റിലും സത്യത്തിൽ അഡ്വാൻസ്ഡ് എക്കണോമിയേക്കാളും അമേരിക്കയെക്കാളും ഉയർന്ന ചിന്താഗതിയും ഉയർന്ന ക്വാളിറ്റി ലൈഫൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ജീവിക്കുന്നത് എന്നാണ് ഈ യാഥാർത്ഥ്യം. ഞാൻ ചില ഡാറ്റകളൊക്കെ പറയും. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് 1000 ആൾക്കാരിൽ എത്ര കുട്ടികളാണ് ജനനസമയത്ത് തന്നെ മരണപ്പെട്ടു പോകുന്നത്, കോംപ്ലിക്കേഷൻസ് മറ്റു കാരണത്താൽ മരണപ്പെട്ടു പോകുന്നത് എന്നതാണ് ഈ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൽ സത്യത്തിൽ അമേരിക്കയിലെ ഡാറ്റ അനുസരിച്ച്, അമേരിക്കയിലെ കണക്കനുസരിച്ച് 5% മുകളിൽ ആൾക്കാർ, അതായത് 1000 കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ 5ലധികം കുട്ടികൾ മരണപ്പെട്ടു പോകുന്നുണ്ട് അമേരിക്കയിൽ. പക്ഷേ കേരളത്തിൽ അത് 5ൽ താഴെയാണ്, 4.1.2. കേരളത്തിൽ അത് 4.12 ആണ് എന്നാണ് പറയപ്പെടുന്നത്. എനിവേ, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന് മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. അതായത് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കാരണം മാതാവ് മരണപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷനാണ്. അതായത് 1,00,000 ആൾക്കാരിൽ എത്ര ആളുകളാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത് എന്നാണ് കണക്കുകൾ ഇതിൽ സൂചിപ്പിക്കാറുള്ളത്. അതിൽ കേരളത്തിൻ്റെ റേറ്റ് അനുസരിച്ച് 1900 ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കേരളം നിലവിൽ വന്നതിന് ശേഷം എടുത്ത പ്രധാനപ്പെട്ട സെൻസസിൽ ആദ്യമായിട്ട് കിട്ടിയ ഡാറ്റ 1967 ആണ്. അപ്പോൾ 1967 84ഓളം ആളുകൾ, അതായത് 1,84,000 ആളുകൾ, പെൺകുട്ടികൾ മരണപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറി അത് കേവലം 1,00,000 ആൾക്കാരിൽ നിന്ന് 25 പേർ മാത്രം മരണപ്പെടുന്ന, അത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ഈ ഡെലിവറി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിയോനതാൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ 1000 നിയോനതാൽ എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 28 ദിവസത്തിന് മുമ്പ് ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഭ്രൂണാവസ്ഥയിലാകുന്ന സമയത്തൊക്കെ കുട്ടി മരണപ്പെട്ടു പോകുന്ന ആ സിറ്റുവേഷനാണ്. അത് ഗ്ലോബൽ ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ 70% ആണ്. അതായത് 1000 ആൾക്കാരിൽ 17% ആൾക്കാർ, 17 ആളുകൾ മരണപ്പെട്ടു, 17 കുട്ടികൾ മരണപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഗ്ലോബൽ ആവറേജിലുണ്ട്. എന്നാൽ അത് കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് 1000 ആൾക്കാരിൽ വെറും 4 ആളുകൾ മാത്രമാണ് ഇത്തരം മരണപ്പെട്ടു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേരളം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപോരുന്നത്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അത് മാറ്റം വന്നത് ഒരുപാട് ഗവൺമെൻറ് സർവീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ഒരു പെൺകുട്ടി പ്രഗ്നൻസി ആയി എന്നറിയുന്ന ആ ഒരു സമയം മുതൽ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ പ്രസവം, രണ്ടാമത്തെ പ്രസവം വരെയുള്ള ആ കാലഘട്ടം വരെ ഗവൺമെൻറ് മാക്സിമം ഇൻസെൻറ്റീവ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരെ ചെക്കപ്പ് നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞാൽ തന്നെ
നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ആശമാർ വരും, ആശാ വർക്കേഴ്സുകാർ വരും, അല്ലെങ്കിൽ അംഗനവാടി ടീച്ചേഴ്സ് വരും. അവർ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. അവർക്ക് അയൺ അതുപോലെ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ഗുളികൾ, മെഡിസിൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിനുശേഷം റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ട് ചെയ്യും. ആ ചെക്കപ്പ് ചെയ്തതിൻ്റെ വിവരങ്ങളൊക്കെ അവർ ശേഖരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെലിവറിക്ക്, ഒരു പ്രഗ്നൻസി ആയി അറിഞ്ഞ ആ കാലം മുതൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ റേഷൻ കടയിൽ നിന്ന് പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഫാർമ കമ്പനികളൊക്കെ വന്ന് നമ്മുടെ പ്രസവം, പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അല്ലാതെ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയി കാണാത്ത വളരെ സുഖപ്രസവം നടക്കുന്ന സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും ഒരുപക്ഷെ അംഗീകരിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പ്രഗ്നൻസിയുടെ കഴിഞ്ഞ് ഇനിയൊരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ കുട്ടി പ്രസവിക്കുന്ന സമയത്ത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 5000 കൊടുക്കും. ഇനി മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഒരു കുട്ടി പ്രസവിച്ച് കിടക്കുന്നതെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് അവരെ കൊണ്ടുചെന്ന് വീട്ടിലേക്ക് കടത്തി കൊടുക്കുന്നവരെ ആംബുലൻസ് സർവീസ് വരെ ഗവൺമെൻറ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തരത്തിൽ ഗവൺമെൻറ് മെഷീനറി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇങ്ങനെ വന്നത്. ഇനിയും നിങ്ങൾ ആലോചിച്ച്, ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് പറയാനുണ്ട്. ഇനി ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞു, നമുക്കറിയാം പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി ആയി കഴിഞ്ഞാൽ അവർക്ക് അതിനു വേണ്ടിയുള്ള 8 മാസം 5-6 മാസം അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബേബി ഫുഡ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അമൃതപ്പൊടി എന്ന് പറയുന്ന നമ്മളൊക്കെ കഴിക്കുന്ന അമൃതപ്പൊടി കുട്ടികൾക്ക് വേണ്ടി ഗവൺമെൻറ് സ്പെഷ്യലായിട്ട് ഇറക്കുന്നതാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം അംഗനവാടിയിലേക്ക് ചേർക്കുന്നു. അവിടെ അവർക്ക് വേണ്ട കലോറി, ന്യൂട്രീഷൻസ് ഒക്കെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്കൂളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയും പാലും പഴമൊക്കെ ആയിട്ട് ഗവൺമെൻറ് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ചെയ്യുന്നത് കൊണ്ടുണ്ടായ ക്വാളിറ്റി ലൈഫാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാവാത്ത ഈ പോസ്റ്റ് ഡെലിവറി ഡെത്ത് കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതൊന്നും കാണാത്തത്. ഒരുപക്ഷെ നമ്മൾ മീഡിയകളൊക്കെ ഇത്രയും വിജിലൻ്റ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂസുകൾ വേറെയും വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നടത്തിയ പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയി ഒരു പെൺകുട്ടി മരിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് മാറ്റുകയായിരുന്നു. പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് അസ്മ. 35 വയസ്സ് മാത്രമാണ് അസ്മയുടെ പ്രായം. അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. അസ്മയുടെ 3 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. 4ാമത്തെ പ്രസവം വീട്ടിലായിരുന്നു. അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ 5ാമത്തെ പ്രസവവും അക്യുപങ്ചർ ചികിത്സാ രീതി പ്രകാരം വീട്ടിലായിരുന്നു. ഈ പ്രസവത്തെ തുടർന്നാണ് ഇപ്പോൾ അസ്മ മരിച്ചിരിക്കുന്നത്. ഒരുപാട് വിവരങ്ങൾ ഉണ്ടായി, ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള ഈ ഒരു ഡെലിവറിയെ കുറിച്ചൊക്കെ ഒട്ടും ഗൃഹപാഠം നടത്താതെ ഉള്ള ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ അത്യാവശ്യം സ്റ്റാർഡമുള്ള, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ നടത്തുന്നത് ഒട്ടും ഡൈജസ്റ്റിംഗ് അല്ല എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് അനുതാപപൂർണമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും അത് ആ ഒരു മെഷീനിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഡെലിവറി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടും ആളുകളെ പ്രചോദിപ്പിക്കുന്നതിന് പകരം വളരെ നൂറ്റാണ്ട് കാലം മുമ്പ് ഒരു 2000-ലും 2005-ലൊക്കെ ഇറങ്ങിയ സിനിമ അവതരിപ്പിക്കുന്ന സീനുകളോട് താതാമ്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ അവതരിപ്പിക്കുന്നത് വളരെ പിന്തിരിപ്പൻ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആകമാനം അദ്ദേഹത്തെ അറിഞ്ഞും പുറഞ്ഞും ഈ വിഷയത്തിൽ കളിയാക്കുന്നതും അതുപോലെ ട്രോളുന്നതുമൊക്കെ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു.